പ്രഷർ മെഷർമെൻ്റ് ആണ്. പ്രഷർ മെഷർമെൻറ്റിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം പ്രഷറിൻ്റെ യൂണിറ്റാണ്. SI യൂണിറ്റ് ഓഫ് പ്രഷർ. പ്രഷറിൻ്റെ SI യൂണിറ്റ് പാസ്കൽ എന്നുകൊണ്ട് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും പറയാറുണ്ട്. ഈ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 1 പാസ്കലാണ്. അതുപോലെ നമ്മൾ ബാറിലും എക്സ്പ്രസ് ചെയ്യാറുണ്ട്. 1 ബാർ എന്ന് പറയുന്നത് 10⁵ പാസ്കൽ. ഓക്കെ, പ്രഷറിൻ്റെ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത് പോകുന്ന ഒരു ലോയാണ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. It states that the pressure intensity at a given point in a static fluid is the same in all direction. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം പാസ്കൽസ് ലോക്ക്. ടൂത്ത് പേസ്റ്റ്. നമ്മുടെ ടൂത്ത് പേസ്റ്റിൽ ഏത് സ്ഥലത്ത് പ്രസ് ചെയ്താലും ആ ടൂത്ത് പേസ്റ്റിൻ്റെ ഏത് ഭാഗത്ത് പ്രസ് ചെയ്താലും ആ പേസ്റ്റ് പുറത്തോട്ട് വരും. അതൊരു പാസ്കൽസ് ലോയ്ക്ക് എക്സാമ്പിളാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ ഒരു ബീക്കർ എടുത്തേക്കുന്നു. ബീക്കറിൽ ഞാൻ P എന്ന് പറയുന്ന പ്രഷർ ആക്ട് ചെയ്യുന്നു. ബീക്കറിൽ ഫ്ലൂയിഡ് ഉണ്ട്. ഫ്ലൂയിഡിൽ ഞാൻ P എന്ന് പറയുന്നൊരു പ്രഷർ ആക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇവിടുത്തെ പ്രഷറും ഇവിടുത്തെ പ്രഷറൊക്കെ ഞാൻ നോക്കും. ഏത് പ്രഷർ നോക്കിയാലും ആ ഒരു പോയിന്റിൽ ഏതൊരു പോയിന്റിൽ പ്രഷർ നോക്കിയാലും ഈക്വൽ ആയിരിക്കും വരുന്നത്. പക്ഷേ ആക്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണോ അത് തന്നെ എല്ലാ സൈഡിലും ഉണ്ടായിരിക്കാം. ഇത് തന്നെയാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ Px = Py = Pz. ഇതിൻ്റെ ഡെറിവേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഡെറിവേഷൻ്റെ ആവശ്യമില്ല. അതുപോലെ പാസ്കൽസ് ലോ എന്ന് പറയുന്നത് എപ്പോഴും ആപ്ലിക്കബിൾ എന്ന് പറയുന്നത് ഐഡിയൽ ഫ്ലൂയിഡ്സിനാണ്. അതുപോലെ ആപ്ലിക്കേഷൻസ് അറിഞ്ഞിരിക്കണം. ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് പമ്പ്, ഇതിനൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള ലിക്വിഡിൽ പ്രഷർ കൊടുത്താൽ വോളിയത്തിന് ചേഞ്ചസ് ഒന്നും വരത്തില്ല. ഓക്കെ, വോളിയം ഓഫ് ദി ലിക്വിഡ് കനോട്ട് ബി ചേഞ്ച്ഡ് യൂസിങ് പ്രഷർ. ദിസ് ഈസ് ദി ബേസിസ് ഓഫ് പാസ്കൽസ് ലോ. നെക്സ്റ്റ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോയാണ്. ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്ന് പറയുമ്പോൾ പൊതുവെ ഹൈഡ്രോസ്റ്റാറ്റിക് ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പ്രഷറും ഡെൻസിറ്റി ഹൈറ്റും തമ്മിലുള്ള റിലേഷനാണ്. ഇപ്പോൾ റെസ്റ്റിലുള്ള ഒരു ഫ്ലൂയിഡിൻ്റെ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഡൗൺവേർഡ് വരുന്നതിനനുസരിച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സെൽഫ് വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഒരു വാട്ടർ സർഫസ് കാണിച്ചിട്ടുണ്ട്. P എന്ന് പറയുന്നൊരു പോയിൻ്റ് ഞാൻ എടുത്തു. അതുവരെയുള്ള ഡിസ്റ്റൻസ് h ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു കേസിൽ നമുക്ക് dP/dh എന്ന് പറയുന്നത് സ്പെസിഫിക് വെയ്റ്റിന് ഈക്വലായിട്ട് എടുത്തൂടെ? ഓക്കെ, ഇനി ഞാൻ ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് dP = W × dH എന്ന് കിട്ടും. ഇനി ഞാൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? P = W × H എന്ന് കിട്ടും. ഇനി W നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. W ആദ്യമേ നമ്മൾ ഇതുപോലത്തെ ഒരു ഫോമുല ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. W = ρ × G. ഓക്കെ, സ്പെസിഫിക് വെയ്റ്റിൻ്റെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? W സ്ഥാനത്ത് ρ × G × H. P = ρ G H എന്ന് കിട്ടും. ഇനി ഇതിൽ നിന്ന് തന്നെ എച്ചിനും നമുക്ക് കണ്ടുപിടിക്കാം. എച്ച് എന്ന് പറയുന്നത് പ്രഷർ ഹെഡാണ്. എച്ച് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരും? P/ρ × G. പ്രഷർ ഹെഡിൻ്റെത് കിട്ടി, P/ρ Gയും പ്രഷർ ρ G Hയും കിട്ടി. ഇനി ഹൈറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് യൂണിറ്റ് വരുന്നത് mm അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. യൂണിറ്റ് mm ഓർ സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് പ്രഷർ നോക്കാം. ടൈപ്സ് ഓഫ് പ്രഷർ എന്ന് വെച്ചാൽ 2 റെഫറൻസ് പോയിൻറ്റ്സ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഒന്ന് അബ്സല്യൂട്ട് സീറോ പ്രഷർ, ഇതാണ് ഒന്നാമത്തേത്. രണ്ടെന്ന് പറയുന്നത് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇങ്ങനെയുള്ള 2 റെഫറൻസ് ലൈൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈപ്സ് ഓഫ് പ്രഷർ പറയുന്നത്. ഫസ്റ്റ് അബ്സല്യൂട്ട് സീറോ പ്രഷർ പറയുന്ന വേറൊന്നുമല്ല. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് എടുത്താലും ഇവിടെ ഒരു പോയിൻ്റ് എടുത്താലും അതുവരെയുള്ള പോർഷൻ അബ്സല്യൂട്ട് പ്രഷർ എന്നാണ് പറയുന്നത്. ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ റെഫറൻസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് മേളിലോട്ടുള്ള പോർഷൻസിനെ ഗേജ് പ്രഷർ എന്നും ബിലോ ആയിട്ടുള്ള പോർഷനെ വാക്യൂം പ്രഷർ എന്നാണ് പറയുന്നത്. എബോ അറ്റ്മോസ്ഫിയറിക്കിൻ്റെ എബോ പോർഷൻ ഈസ് ഗേജ് പ്രഷർ ആൻഡ് ബിലോ പോർഷൻ എന്ന് പറയുന്നത് വാക്യൂം പ്രഷറാണ്. ഓക്കെ, അപ്പോൾ പ്രഷറും അബ്സല്യൂട്ട് സീറോ പ്രഷറും വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് നമ്മൾ വരച്ചത്. അതിൽ അബ്സല്യൂട്ട് സീറോ പ്രഷർ റെഫറൻസ് ആയിട്ട് വയ്ക്കുമ്പോൾ ഏത് പോയിന്റിൽ എടുക്കുമ്പോഴും നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് റെഫറൻസ് വയ്ക്കുന്നതെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ എബോ പോർഷൻ ഈസ് ഗേജ് പ്രഷർ ആൻഡ് ബിലോ പോർഷൻ വാക്യൂം പ്രഷറാണ്. ഇനി ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് പ്രഷറാണ് ഗേജ് പ്രഷർ. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് മുകളിലോട്ടുള്ള പോർഷനെയാണ് പറയുന്നത്.
എല്ലാ പ്രഷർ ഇൻസ്ട്രുമെൻസും യൂസ് ചെയ്തിട്ട് നമുക്ക് ഗേജ് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും. ഇനി വാക്യൂം പ്രഷർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പ്രഷറാണ് വരുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും താഴെയല്ലേ വരുന്നത്, നെഗറ്റീവ് പ്രഷറാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് നെഗറ്റീവ് ഗേജ് പ്രഷർ അല്ലെങ്കിൽ സക്ഷൻ പ്രഷർ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ അതർ നെയിംസ് എല്ലാം നോട്ട് ചെയ്തേക്കുക. ഇനി അതുപോലെ തന്നെ അബ്സല്യൂട്ട് പ്രഷർ നമുക്ക് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് അറ്റ്മോസ്ഫിയറിക് ഗേജ് പ്രഷർ ചെയ്താൽ നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ കിട്ടും. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് വാക്യൂം പ്രഷർ ചെയ്താലും അബ്സല്യൂട്ട് പ്രഷർ കിട്ടും. ഓക്കെ, ഇത്രയുമാണ് ടൈപ്സ് ഓഫ് പ്രഷറിൽ പറയാനുള്ളത്. ഈ ഒരു ഗ്രാഫ് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. നമുക്ക് ഗേജ് പ്രഷർ എന്താണ്, അബ്സല്യൂട്ട് പ്രഷർ എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ്, വാക്യൂം പ്രഷർ എന്താണെന്നൊക്കെ എഴുതാൻ പറ്റും. നെക്സ്റ്റ് മെഷർമെൻറ്റ് ഓഫ് പ്രഷറാണ്. പ്രഷർ നമുക്ക് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാമെന്ന് നോക്കാം. Most commonly used pressure measuring instruments are manometer, barometer and mechanical gauges. ഇതിൽ ബാരോമീറ്റർ എന്ന് പറയുമ്പോൾ ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ കൂടുതലായിട്ട് പഠിക്കാനുള്ളത് മാനോമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് മാനോമീറ്റർ എന്താണെന്ന് നോക്കാം. മാനോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് മാനോമെട്രിക് ഫ്ലൂയിഡ് ആയിട്ട് മെർക്കുറിയാണ്. അതുപോലെ ഈ മാനോമെട്രിക് ഫ്ലൂയിഡ് മെർക്കുറി യൂസ് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി അല്ലെങ്കിൽ ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി, അതുപോലെ തന്നെ ബെറ്റർ മെനിസ്കസ്, ഹൈ കോഹഷൻ, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ മെർക്കുറി യൂസ് ചെയ്യാനുള്ള കാരണം മാനോമീറ്ററിൽ. അതുപോലെ ഈ മാനോമീറ്ററിൽ നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മാനോമെട്രിക് ട്യൂബ് കാണും. അതിൽ ലിക്വിഡിൻ്റെ ബാലൻസിങ്, ലിക്വിഡ് കോളത്തിൻ്റെ ബാലൻസിങ് ബേസ് ചെയ്തിട്ട് പ്രഷറിൻ്റെ ഡിഫറൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മാനോമീറ്ററിൽ മെഷർ ചെയ്യുന്നത്. ഈ മാനോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി 2 ടൈപ്സ് ആണ്. സിമ്പിൾ മാനോമീറ്ററും ഉണ്ട്, ഡിഫറൻഷ്യൽ മാനോമീറ്ററും ഉണ്ട്. സിമ്പിൾ മാനോമീറ്റർ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഇതിൽ സിമ്പിൾ മാനോമീറ്ററിൽ 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്: പീസോമീറ്റർ, യൂട്യൂബ് മാനോമീറ്റർ ആൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ. ഇനി ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ 2 ടൈപ്സ് ആണുള്ളത്: യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആൻഡ് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് പീസോമീറ്റർ നോക്കാം. പീസോമീറ്റർ എന്ന് പറയുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം മാനോമീറ്ററിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് പീസോമീറ്ററാണ്. അതുപോലെ മാനോമെട്രിക് ഫ്ലൂയിഡ് ഇല്ലാത്ത മാനോമീറ്റർ ഏതാണെന്ന് ചോദിച്ചാലും അത് പീസോമീറ്ററാണ്. ഈ ഫസ്റ്റ് കാണുന്ന ഫിഗറാണ് പീസോമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലിക്വിഡ്സ് ഒന്നുമില്ല, വളരെ ലോ ആയിട്ടുള്ള പ്രഷർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും പീസോമീറ്ററിൽ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രഷർ നമ്മളിപ്പം എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ പ്രഷർ മെഷർ ചെയ്യണമെങ്കിൽ PA=ρgh എന്ന് ചെയ്താൽ മതി. ഡയറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് കിട്ടും. സിമ്പിൾ മാനോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിലോട്ട് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ രണ്ടാമത് നമ്മൾ പറഞ്ഞത് യൂട്യൂബ് മാനോമീറ്റർ ആണ്. ഈ കാണുന്നതാണ് യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറയുമ്പം പൊതുവേ നമ്മൾ ഗേജ് മാത്രമല്ല വാക്യൂം പ്രഷറും മെഷർ ചെയ്യാൻ വേണ്ടി യൂട്യൂബ് മാനോമീറ്റർ യൂസ് ചെയ്യാറുണ്ട്. യൂട്യൂബ് മാനോമീറ്ററിൽ യു ഷേപ്പിലിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് മാനോമീറ്റർ എന്ന് തന്നെ പറയാൻ കാരണം. അതുപോലെ ലോയും ഹൈ പ്രഷറൊക്കെ നമുക്ക് യൂട്യൂബ് മാനോമീറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പീസോമീറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത പോലെ PA=ρgh എന്ന് പറയുന്ന ഒരു ടേം മാത്രം വെച്ചല്ല നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എടുക്കുന്ന സമയത്ത് നമ്മളിപ്പം റോ റൈറ്റ് റോ ലെഫ്റ്റ് എന്ന് വെച്ചാൽ ലിംബ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, റോ റൈറ്റ് റോ ലെഫ്റ്റ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രഷർ ആണെങ്കിൽ പ്രഷർ റൈറ്റ് പ്രഷർ ലെഫ്റ്റ് എന്നുള്ള രീതിക്കാണ് നമ്മൾ ആ ഡിഫറൻസ് ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അടുത്തത് സിംഗിൾ കോളം മാനോമീറ്റർ ആണ്. യൂട്യൂബ് മാനോമീറ്ററിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. ഇതിൽ നമ്മുടെ സ്മോൾ പ്രഷേഴ്സൊക്കെ ഗ്രേറ്റർ ആക്യുറസിയിൽ മെഷർ ചെയ്യാൻ പറ്റും. ഇനി ഇതിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇതിലൊരു ലാർജർ സൈസിലുള്ള റിസർവോയർ ലിംബിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതാണ് റിസർവോയർ എന്ന് പറയുന്നത്. റിസർവോയറിൻ്റെ ഏരിയ എന്ന് പറയുന്ന ക്യാപിറ്റൽ A ആയിട്ടും ട്യൂബിൻ്റെ ഏരിയ സ്മോൾ a ആയിട്ടും നമുക്ക് എടുക്കാം. അങ്ങനെയെങ്കിൽ ക്യാപിറ്റൽ A കണ്ടുപിടിക്കാൻ വേണ്ടി 50 - 100 × A ചെയ്താൽ മതി. ഇനി 2 ടൈപ്സിൽ സിംഗിൾ കോളം മാനോമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്ററും ഒന്ന് ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്ററുമാണ്. ഈ കാണിച്ചിരിക്കുന്നത് ഇൻക്ലൈൻഡ് ആണ്. ഇതാണ് വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് പറയുന്നത്. നേരത്തെ കാണിച്ചത് ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്ററും ഇതെന്ന് പറയുന്നത് വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്ററുമാണ്. യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനിലുള്ളതാണ്. അപ്പോൾ ഇതിൽ വേറൊന്നുമില്ല, 2 ലിംസ് ഉണ്ട്. ആ 2 ലിംസ് ബേസ് ചെയ്തിട്ട് 2 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ഇൻ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്.
ഇനി അതുപോലെ തന്നെ താഴെയുള്ളതാണ് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് ഇൻവേർട്ടഡിൽ യൂസ് ചെയ്യുന്നത് എപ്പോഴും സ്പെസിഫിക് ഗ്രാവിറ്റി 1 കുറവായിട്ടുള്ളത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, ലിക്വിഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സ്പെസിഫിക് ഗ്രാവിറ്റി 1 കുറവുള്ള ലിക്വിഡ്സ് മാത്രമേ നമ്മൾ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ യൂസ് ചെയ്യാറുള്ളൂ. നെക്സ്റ്റ് ഇനി ഒരു ടേം കൂടെയുള്ള മെക്കാനിക്കൽ ഗേജസ് ആണ്. മെക്കാനിക്കൽ ഗേജസ് എന്ന് പറയുമ്പോൾ പൊതുവേ ഗ്യാസസും എയറിലും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ട് മെക്കാനിക്കൽ ഗേജസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ കോളംസ് നമ്മൾ ബാലൻസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവിടെ കൗണ്ടർ വെയിറ്റോ അല്ലെങ്കിൽ ഡെഡ് വെയിറ്റോ സ്പ്രിങ്ങോ ഒക്കെ കൊണ്ടാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മെക്കാനിക്കൽ ഗേജസിൽ. ഇനി മെക്കാനിക്കൽ ഗേജസിൽ പൊതുവെ ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യനാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെക്കാനിക്കൽ ഗേജസ്. അങ്ങനെ ചോദിച്ചാൽ ബോർഡൻ ട്യൂബ് മെക്കാനിക്കൽ ഗേജാണ്.